അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലി നന്നായി മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തട്ടിൽ എണ്ണ തടവിയിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിയിട്ട് മാവ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് വെള്ളം ചൂടായി വന്നാൽ അതിലേക്ക് ഈ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും കേട്ടോ. ഇനി അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ആവി വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കും. അതിൻ്റെ അടിയൊന്ന് പെട്ടെന്ന് തണുത്ത് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി അടർത്തിയെടുക്കാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ തക്കാളി, ഉള്ളി, ചെറിയ കഷ്ണം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും വേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഞാൻ 2 തക്കാളി, 2 സവാള, പുളി, വേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കാം. നമുക്ക് ചമ്മന്തിക്ക് എത്രത്തോളം വേണം അത്ര ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളത്, മിക്സിയിൽ അരച്ചെടുക്കാനുള്ള കാരണമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി ഇളക്കി വന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായി വഴറ്റി വന്ന തീ ഓഫാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഇനി അതൊന്ന് ചമ്മന്തി കടുക് പൊട്ടിച്ചെടുക്കാം, താളിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചമ്മന്തിയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചമ്മന്തി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ തേങ്ങയുടെ 1 മുറി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുത്തിട്ട് മിക്സിയിൽ ഉപ്പിട്ടിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഇനി അതൊന്ന് നമുക്ക് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് വേപ്പിലിട്ട് കൊടുത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നന്നായി തിളക്കരുത്, ചെറിയ ബബിൾസ് വന്നാൽ തീ ഓഫാക്കണം. ചട്നി റെഡിയായി. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ഇഡ്ഡലി, തേങ്ങാ ചട്നിയും ചമ്മന്തിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം.